എൽദോസ് കുന്നപ്പള്ളി 2020 പെരുമ്പാവൂർ MLA സിറ്റിംഗ് MLA ആയ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകില്ല എന്ന നിലപാടിലാണ് വി.ഡി. സതീശനും സംഘവും. സിറ്റിംഗ് സീറ്റിൽ MLA മാരെല്ലാം മത്സരിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പാലക്കാട് രാഹുലിനെ മാറ്റി നിർത്തിയ സാഹചര്യത്തിൽ പാലക്കാട് പുതിയ ഒരാളെ അവർ ഇറക്കി. അതുപോലെ കെ ബാബു മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതിനാൽ കെ ബാബു ഇല്ല. എന്നാൽ പെട്ടെന്നൊരു സുപ്രധാന തീരുമാനം വി.ഡി. സതീശനും സംഘവും എടുക്കുകയായിരുന്നു. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയെ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തതിന് പിന്നിൽ വലിയൊരു ചതിയുടെ കഥയുണ്ട്. ITV ന്യൂസ് മിഷൻ 250 തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് മുക്ത ഭാരതത്തിനു വേണ്ടി 5000 കോടി രൂപ കൈപ്പറ്റി പരമാവധി BJPക്ക് സീറ്റ് നേടിക്കൊടുക്കുക എന്ന ഒരു ടാസ്ക് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ പിണറായി വിജയന് തുടർഭരണം ഉണ്ടാക്കി കൊടുക്കുക എന്ന മറ്റൊരു ലക്ഷ്യം പേറി പിണറായി വിജയന്റെ കയ്യിൽ നിന്നും ഏതാണ്ട് 3000-ലധികം കോടി രൂപ ഇവർ കൈപ്പറ്റി കഴിഞ്ഞു. തനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടില്ല എന്ന് ഉറപ്പാക്കിയ വി.ഡി. സതീശനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് ഞങ്ങൾ പറഞ്ഞത് വീണ്ടും സാധൂകരിക്കുന്ന ഒരു വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളാണ് വി.ഡി. സതീശനും സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. 3 ദിവസമായി ഒരു തട്ടിക്കൂട്ട് ലിസ്റ്റ് വന്നതല്ലാതെ ഇതുവരെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല. അതുപോലെ ടീം UDF എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതിനെക്കുറിച്ച് വളരെ വിശദമായ വാർത്ത പിന്നാലെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയെ എന്തുകൊണ്ടാണ് വി.ഡി. സതീശനും സംഘവും ഇത്തവണ ഒതുക്കിയത് എന്ന ആ സത്യം കേരളത്തിലുള്ള ജനങ്ങൾ തിരിച്ചറിയണം. നമുക്കറിയാം, പാലക്കാട് രമേഷ് പിഷാരടിയെ കെട്ടിയിറക്കിയതിലൂടെ BJP പത്രിക കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ ഈസിയായി ജയിക്കുവാൻ സ്ഥിരം നേർച്ചക്കോഴിയായി ഇപ്പോൾ ഇവർ മാറ്റിയിരിക്കുന്ന ശബരിനാഥനെ നേമത്ത് നേർച്ചക്കോഴിയായി ഇറക്കിക്കൊടുക്കുകയാണ്. പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തങ്ങൾ മാനം കടയേണ്ട എന്ന് കരുതിയാണ് മുതിർന്ന നേതാക്കന്മാരെല്ലാം മാറി നിന്ന് ശബരിനാഥനെ നേർച്ചക്കോഴിയായി അവിടെ ഇറക്കിക്കൊടുത്തത്. അതിൻ്റെയും ഉദ്ദേശം BJPക്ക് അവിടെ ഉറപ്പായും ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കുക. 2020 എന്ന് പറയുന്ന സാബുവിൻ്റെ ആ ബിരിയാണി പാർട്ടി, അതിൻ്റെ സകല അലൈൻമെൻറ്റും പോയി സാബു മാത്രം അവശേഷിച്ചിരിക്കുകയാണ്. ഇയാൾ അഭയാർത്ഥിയായി NDAയിൽ ചെന്ന് കയറിക്കൊടുത്തത്. ഒരു കോർപ്പറേറ്റ് മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരന് എന്തുകൊണ്ടോ ഈ കച്ചവടക്കാരനെ ഇഷ്ടപ്പെട്ടു. ഈ സാബുവിൻ്റെ സെറ്റപ്പ് ഈ ചന്ദ്രശേഖരന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാവാം കണ്ണും പൂട്ടി 20 സീറ്റാണ് ഈ ആരുമില്ലാത്ത ഈ ഒറ്റയാൾ പട്ടാളത്തിന്, സാബു ജേക്കബിന് 20 സീറ്റുകളാണ് കൊടുത്തത്. 20 സീറ്റ് കൊടുത്തപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ നോക്കിയില്ല, ഇയാളുടെ പിന്നിൽ അതിന് പറ്റാവുന്ന ആളുകളുണ്ടോ എന്ന് ഇയാൾ ചിന്തിച്ചില്ല. കാരണം ഈ സാബു ജേക്കബ് അല്ലാതെ ഇയാളുടെ ബിരിയാണി മേടിച്ച് തിന്നാൻ നിൽക്കുന്ന കുറെ അപ്പാവികളല്ലാതെ ആ പ്രസ്ഥാനത്തിൽ നേതാക്കന്മാരായി ആരുമില്ല എന്ന യാഥാർത്ഥ്യം രാജീവ് ചന്ദ്രശേഖർ പോലും തിരിച്ചറിഞ്ഞില്ല. ഒടുവിൽ സിനിമാ നടിമാരുടെ അടുത്ത് ആവശ്യത്തിന് പണം കൊടുത്ത് അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം, ഒരു മണ്ഡലത്തിൽ 150 കോടി രൂപ വീതമാണ് NDA സാബു ജേക്കബിന് നൽകിയത് എന്നാണ് വിവരം. ഒരു മണ്ഡലത്തിൽ 150 കോടി രൂപ വീതം. അതുപോലെ 20 മണ്ഡലങ്ങൾക്ക് എത്ര രൂപ സാബു ജേക്കബിന് NDA നൽകുമെന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. അങ്ങനെ ഏറ്റവും പ്രമുഖ നടിമാരെ, കാരണം വേറെ നേതാക്കന്മാരൊന്നുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല, അതുകൊണ്ട് നടിമാരെ കാശ് കൊടുത്ത്, ഏതായാലും ഇതൊരു ഷോർട്ട് ടൈം പരിപാടിയാണല്ലോ, പരമാവധി 10 അല്ലെങ്കിൽ 25 ദിവസം സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ പോലും ചിലപ്പം 5 or 6 മാസം
എടുക്കേണ്ടി വരും. ഒരു 1 കോടി 1.5 കോടി രൂപ കൊടുത്താൽ ഏറ്റവും പ്രമുഖ നടിമാരെ കിട്ടും. അങ്ങനെ നടിമാരെ തപ്പി സാബു ജേക്കബും സംഘവും പോയി. സാബു ജേക്കബിന്റെ ചിഹ്നം എന്താണെന്ന് കേട്ടതോടുകൂടി പല പ്രമുഖ നടിമാരും പിൻവലിഞ്ഞു. മലയാളത്തിലെ പല മുതിർന്ന സീനിയർ നടിമാരും അവർക്ക് മത്സരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാബു ജേക്കബിന്റെ ചിഹ്നം കേട്ടപ്പോൾ അവർ ഈ പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞു. സാബുവിന്റെ ചിഹ്നം നമുക്കറിയാം, വലിയ കൂഴച്ചക്കയാണ് സാബുവിന്റെ ഇത്തവണത്തെ സാബുവിന്റെ ചിഹ്നം. കഴിഞ്ഞ തവണ മാങ്ങയായിരുന്നു. ഇത്തവണ സാബുവിന്റെ ആ ചിഹ്നം കൊണ്ട് പ്രമുഖ സിനിമാ നടിമാരെ ആരെയും കിട്ടാതെ വന്നു. പിന്നീട് അടുത്ത ചിന്ത, ജൂനിയർ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ പണ്ട് സീരിയലിൽ മുഖം കാണിച്ച ഏതെങ്കിലും ഒരു സീരിയൽ നടിയെയോ നടി എന്ന പേരിൽ കിട്ടുമോ എന്നായി പിന്നീട് ചിന്ത. അതാവുമ്പം അധികം പണം കൊടുക്കേണ്ട, വല്ല നക്കാപ്പിച്ച കൊടുത്താലും 10-25 ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഇവർ ഓടി വരും. അങ്ങനെ ഒരു 3-4 നടിമാരെ ഓടിച്ചിട്ട് പിടിച്ച് ഇദ്ദേഹം വല്ലവിധേനയും കൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി പ്രഖ്യാപിച്ചു. ഓർക്കുക, ഈ BJPക്ക് വേണ്ടി വർഷങ്ങളോളം കഷ്ടപ്പെട്ട പല മുതിർന്ന നേതാക്കന്മാരെയും നല്ല വിജയസാധ്യതയുണ്ടായ പല നേതാക്കന്മാർക്കും സീറ്റ് കൊടുക്കാതാണ് ഈ ജട്ടി സാബുവിന് 20 സീറ്റ് നീട്ടിക്കൊടുത്തത് എന്ന് ഓർക്കണം. കൂടെ ഒരാൾ പോലുമില്ല. ആ ഗതികെട്ടവൻ അവസാനം ഓടി നടന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പിടിച്ച് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തി പട്ടിക പ്രഖ്യാപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൽദോസ് കുന്നപ്പള്ളിയെ, നമുക്കറിയാം ആ മേഖല എന്ന് പറയുന്നത് പെരുമ്പാവൂർ കോതമംഗലം എന്ന് പറയുന്നത് യാക്കോബായ ബെൽറ്റാണ്. ലക്ഷക്കണക്കിന് യാക്കോബായ സഭാംഗങ്ങൾ ഉള്ള സ്ഥലമാണ്. എൽദോസ് കുന്നപ്പള്ളി വിജയിച്ചത് ഈ യാക്കോബായ സഭാംഗങ്ങളുടെ വോട്ട് കൊണ്ടാണ്. ഈ സാബു ജേക്കബും VD സതീശനും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി കോടികൾ VD സതീശന് കൊടുത്ത് ഈ എൽദോസ് കുന്നപ്പള്ളിക്കുള്ള സീറ്റ് നിഷേധിക്കുവാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കി. ഇവർ പാരലലി എൽദോസ് കുന്നപ്പള്ളിയുമായി സംസാരിച്ചു. നിങ്ങൾക്ക് പാർട്ടി ഇത്തവണ സീറ്റ് തരുവാൻ സാധ്യതയില്ല, ഞങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ നിങ്ങളൊന്നും അറിയേണ്ട, നിങ്ങൾക്ക് ഇത്ര കോടി രൂപ തരാം, അതോടൊപ്പം നിങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സകല ചെലവും ഞങ്ങൾ വഹിച്ചുകൊള്ളാം എന്ന ഓഫറും കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഒരു അന്തിമ തീരുമാനം അറിയുവാൻ വേണ്ടിയാണ് ഇന്ന് എൽദോസ് കുന്നപ്പള്ളി ഡൽഹിക്ക് പറഞ്ഞത്. അദ്ദേഹം ഡൽഹിയിൽ പോയത് ഒരു ഫോർമാലിറ്റി മാത്രമാണ്. എന്നാൽ ഈ എൽദോസ് കുന്നപ്പള്ളിയും അറിയുന്നില്ല, മറ്റു നേതാക്കന്മാരും അറിയുന്നില്ല, ഈ സാബു ജേക്കബും VD സതീശനും ഉണ്ടാക്കിയ കോടികളുടെ ഒരു കരാറാണ് അവിടെ നടന്നത് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ഈ 3000 കോടി കിട്ടുന്ന സാബു അതിൽ നിന്നും ഒരു 10-15 കോടി രൂപ ഈ VD സതീശന് നൽകി കാണും. അങ്ങനെയാണ് ഈ എൽദോസ് കുന്നപ്പള്ളിയെ മാത്രം ആ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ എൽദോസ് കുന്നപ്പള്ളി മോസ്റ്റ് പ്രോബബ്ലി നാളെ തന്നെ അദ്ദേഹം 2020യിലേക്ക് ചേരുവാൻ സാധ്യതയുണ്ട്. എൽദോസ് കുന്നപ്പള്ളി 2020യിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ പെരുമ്പാവൂരിൽ തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് അദ്ദേഹം 2020യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അപ്രകാരം വന്നു കഴിഞ്ഞാൽ യാക്കോബായ സഭാംഗങ്ങളുടെ സകല വോട്ടും കിട്ടും. അങ്ങനെ ജയിക്കുവാനുള്ള സാധ്യത ഇവർ കണക്ക് കൂട്ടുന്നു. ഓർക്കുക, ലക്ഷ്മിപ്രിയയാണ് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്ന് വളരെ നാടകീയമായി അവർ മറ്റൊരു വിവരം പുറത്തുവിട്ടു. ലക്ഷ്മിപ്രിയയ്ക്ക് അവിടെ വോട്ടില്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, അതുകൊണ്ട് അവരെ മാറ്റാൻ ഒരു സാധ്യതയുണ്ട് എന്ന രീതിയിൽ ഇന്നൊരു റൂമർ ഇറക്കി വിട്ടു. ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ലക്ഷ്മിപ്രിയയെ മാറ്റി എൽദോസ് കുന്നപ്പള്ളിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുവാനുള്ള ഒരു സ്ട്രാറ്റജിയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് ഇപ്രകാരം ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ടില്ല എന്ന റൂമർ ഇറക്കി വിട്ടത്. അവരെ മാറ്റി എൽദോസ് കുന്നപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ക്രമീകരണമാണ് സാബുവും ഈ VD സതീശനും ചേർന്ന് ആസൂത്രണം ചെയ്യുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുക. അതുപോലെ LDF സ്ഥാനാർത്ഥി ബേസിൽ പോൾ, കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥിയായ ബേസിൽ പോളാണ് അവിടെ സ്ഥാനാർത്ഥി. പെരുമ്പാവൂരിൽ മുഹമ്മദ് ഷിയാസിനെ കൊണ്ടിട്ടാൽ യാതൊരു സംശയവും വേണ്ട, യാക്കോബായ സഭാ അംഗങ്ങൾ മുഹമ്മദ് ഷിയാസിനെ തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. VD സതീശന് വേണ്ടുന്നതും അതുപോലെ NDAക്ക് വേണ്ടുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് അപ്രകാരം തോൽക്കുവാനും സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ UDF അവിടെ ഇട്ടുകൊടുക്കും എന്നതാണ് ധാരണ. ഈ കുഴിപ്പളവനെ
കോൺഗ്രസ്സുകാർ തിരിച്ചറിയണം. ഇവന്റെ വക്രബുദ്ധി നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളിയെ സീറ്റിൽ ഉൾപ്പെടുത്താത്തത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. സാബു ജേക്കബ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യാക്കോബായ സുറിയാനി സഭയുടെ കാതോലിക്കയും അതുപോലെ അന്ത്യോക്യൻ പാത്രിയർക്കീസുമായി ഡൽഹിയിൽ മോദിയുമായി മറ്റ് BJP നേതൃത്വവുമായി നടത്തിയ ചർച്ചയും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. സഭാ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം രമ്യമായി പരിഹരിക്കുവാൻ സഭയെ സഹായിക്കാമെന്നൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്രകാരം സഭാ നേതൃത്വം ശ്രമിക്കുന്നത് BJPയിലേക്ക് നേരിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഈ വിശ്വാസികൾ ഇടയുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യാക്കോബായ സഭാംഗമായ സാബു എം ജേക്കബ് നയിക്കുന്ന ആ 2020 പാർട്ടിയെ സഹായിക്കണമെന്ന് സഭ പറയുമ്പോൾ സ്വാഭാവികമായും ആ യാക്കോബായ സഭാംഗങ്ങളുടെ വോട്ട് മുഴുവൻ 2020 അംഗങ്ങൾക്ക് ലഭിക്കുകയും അപ്രകാരം സീറ്റുകളിൽ വിജയിച്ചു കഴിഞ്ഞാൽ അത് NDAക്ക് മുതൽക്കൂട്ടാകുകയും ചെയ്യും എന്ന സ്ട്രാറ്റജിയാണ് അവർ പ്രയോഗിക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം. ഈ എൽദോസ് കുന്നപ്പള്ളിയെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസുണ്ട് എന്ന കാരണത്താൽ മാറ്റി നിർത്തിയപ്പോൾ നിങ്ങൾ നോക്കുക, M. വിൻസെന്റ് കോവളം MLA ബലാത്സംഗ കേസിൽ പ്രതിയാണ്. അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്രകാരം ഒരു വ്യക്തിക്ക് തുടക്കം മുതൽ തന്നെ M. വിൻസെന്റിന്റെ പേര് മാത്രമേ കോവളത്ത് അവർ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ PK ശശി, പീഡനവീരൻ PK ശശി, LDFിൽ നിന്നും വന്ന ആ ശശി ഒറ്റപ്പാലത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ ഇദ്ദേഹത്തിന് വേണ്ടുന്ന പിന്തുണ കൊടുക്കാൻ പോവുകയാണ്. രാഹുലിന്റെ കാര്യത്തിൽ ഇവർ എടുത്ത നിലപാട് നമ്മൾ കണ്ടു. എന്നാൽ ഈ പീഡനവീരന്മാരുടെ കാര്യത്തിൽ ഈ കാണിക്കുന്ന ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ നരാധമൻ സാബു ജേക്കബിന്റെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങി ഈ പ്രസ്ഥാനത്തെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കണം. അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? പെരുമ്പാവൂരിൽ വളരെ വിജയ സാധ്യതയുള്ള ആ ഒരു യാക്കോബായ സഭാംഗത്തെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല എങ്കിൽ ആ സ്ഥാനത്ത് യാക്കോബായ സഭാംഗം തന്നെയായ സാബു എം ജേക്കബിന്റെ 2020 പാർട്ടി അതിലേക്ക് ഇദ്ദേഹം മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതിന് വഴിയൊരുക്കിയത് പണം മേടിച്ച് ഈ VD സതീശനാണ്. അപ്രകാരം NDAക്ക് ഒരു ഉറപ്പ് സീറ്റ് ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ പാലക്കാടും പെരുമ്പാവൂരും നേമവും എല്ലാം ഇവർ അങ്ങനെ ഓരോ സീറ്റുകളായി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പൂഞ്ഞാറിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും ജൂനിയർ മോസ്റ്റായ ഒരു KSUവിന്റെ ഒരു പീറ ചെറുക്കനെയാണ് PC ജോർജിന് എതിരായി ഇട്ട് കൊടുക്കുന്നത്. PC ജോർജും അവിടെ പാട്ടും പാടി ജയിക്കുമ്പോൾ NDAക്ക് മറ്റൊരു സുപ്രധാന നേട്ടമുണ്ടാകുന്നു. അങ്ങനെ ഓരോരോ സീറ്റുകളും ഇത്തവണ NDAക്ക് ലഭിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നത് ഈ VD സതീശനാണെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. പെരുമ്പാവൂരിൽ എൽദോസുമായി ബന്ധപ്പെട്ട വിഷയം ഒരു ചെറിയ വിഷയമായി, വളരെ അപ്രധാനമായ ഒരു വിഷയമായി ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് കേരളത്തെ ബാധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വമ്പിച്ച ഒരു മാറ്റത്തിനുള്ള ഒരു തുടക്കമായി മാറാൻ പോവുകയാണ് ഇത്. ഇതിന്റെ പിന്നിൽ VD സതീശനാണ്. ഈ VD സതീശൻ സാബു എം ജേക്കബിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി NDAക്ക് ഒരു സീറ്റ് ഉറപ്പിച്ചു കൊടുക്കുവാനുള്ള സകല അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. പാലക്കാട്ട് ചെയ്ത അതേ സ്ട്രാറ്റജി പാലക്കാട്ട് രാഹുലിനെ തേൻകണിയിൽപ്പെടുത്തി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്ത് മാറ്റി നിർത്തി അവിടെ ഒരു തോൽക്കുവാൻ സാധ്യതയുള്ള ഒരു കോമാളിയെ കൊണ്ട് ഇറക്കിക്കൊടുത്ത് ശോഭാ സുരേന്ദ്രന് പാട്ടും പാടി വിജയിക്കുവാനുള്ള ഒരു അവസരമാണ് ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.